നമ്മൾ വീണ്ടും പോകുന്നത് ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. മനീഷ് മഹിപാലുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനീഷ്, ടൂറിസം മന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് വള്ളംകളിക്കൊപ്പമുണ്ട്. അതേപോലെ തന്നെ പറയുന്നു ഇത് NTBR സൊസൈറ്റിയുടെ ഒരു ചുമതലയാണ് വള്ളംകളി നടത്തിപ്പ് എന്നത്. എന്താണ് ഇതുകൊണ്ട് മന്ത്രി അർത്ഥമാക്കുന്നത്? ക്രിസ്റ്റീന, ഈ മന്ത്രിയുടെ ഫേസ്ബുക്ക് പ്രതികരണത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയാണ് വള്ളംകളി നടത്തുന്നതെങ്കിൽ എന്തിനാണ് സർക്കാർ ഈ വള്ളംകളി മാറ്റിവെച്ചതെങ്കിൽ പിന്നെ എപ്പോഴാണ് വള്ളംകളി എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിയുടെ ഫേസ്ബുക്കിലടക്കം സഹായങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും എല്ലാ വർഷവും 1 കോടി രൂപ അനുവദിക്കുന്നത് സ്വാഭാവികമായും സർക്കാർ നൽകുന്ന ഒരു പണമാണ്. അതിൽ പുതിയതായ ഒരു പ്രഖ്യാപനം എന്ന രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ ഇത് സംബന്ധിച്ച് എപ്പോഴായിരിക്കും വള്ളംകളി എന്ന രീതിയിൽ ഒരു ചർച്ച നടത്താനോ എന്തെങ്കിലും തരത്തിലുള്ള ആലോചനാ യോഗങ്ങൾ നടത്താനോ ഈ ബോട്ട് ഭാരവാഹികളുടെ ഒക്കെ തന്നെ അഭിപ്രായം തേടാനോ അല്ലെങ്കിൽ സംരക്ഷണ സമിതിയുടെ ഒക്കെ തന്നെ ഒരു ചർച്ച നടത്താനോ സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും മുൻകൈ എടുത്തില്ലെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി P. പ്രസാദ് പോലും ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു. MLA മാരടക്കം ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു. ഇത് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഒരു ആയുധമാക്കി എടുക്കുന്നു. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള MP മാർ, ജില്ലയുടെ മറ്റ് ചുമതല വഹിക്കുന്ന MP മാരടക്കം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് തീയതിയുടെ കാര്യത്തിൽ തീരുമാനമാകാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് മന്ത്രിയുടെ മണ്ഡലത്തിൽ ബേപ്പൂരിൽ പ്രാദേശികമായി നടക്കുന്ന ഒരു വള്ളംകളിക്ക് അഭൂതപൂർവമായ ജനമാണ് എത്തുന്നത്. ആ വള്ളംകളിക്ക് 2.25 കോടി രൂപ അനുവദിക്കുകയും ചെയ്തത്. 1 കോടി രൂപ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഉണ്ടാവുകയും അതിൻ്റെ തീയതി പോലും തീരുമാനിക്കാത്ത ഘട്ടത്തിലാണ് വള്ളംകളി ഓണാഘോഷത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് സർക്കാർ അത് മാറ്റിവെച്ചത്. പക്ഷേ ബേപ്പൂരിൽ നടക്കുന്ന ജലമേള അതിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ടാണ് അവിടെ നടത്താനും ഒപ്പം തന്നെ ഈ 2.25 കോടി രൂപ അനുവദിച്ചത് എന്ന കാര്യം കൂടിയാണ് മന്ത്രി പറയുന്നതും. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും ശക്തമാകുന്നുണ്ട്. ആലപ്പുഴയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലടക്കം ഏറ്റവും കൂടുതൽ വിദേശ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയാണ് കായൽ ടൂറിസം മേഖല. ഈ ഓഗസ്റ്റ് മാസമൊക്കെ കഴിഞ്ഞ് ഒരുപാട് പേർ എത്തുന്ന സ്ഥലമാണ്. കോവിഡിന് ശേഷമൊക്കെ തന്നെ ഉണർന്നു തുടങ്ങിയ മേഖലയാണ്. ആ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും ഈ വള്ളംകളി നടത്താത്തതടക്കമുള്ള കാര്യങ്ങൾ. ഈ വള്ളംകളിയെ സംബന്ധിച്ച് നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റി അടക്കം നടത്തിയ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് തന്നെ കോടികൾ നിലവിൽ സർക്കാരിന് അല്ലെങ്കിൽ സർക്കാർ പറയുന്ന NTBR സൊസൈറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പണമടക്കം കയ്യിലിരിക്കുമ്പോഴാണ് വള്ളംകളിയെ സംബന്ധിച്ചൊരു തീരുമാനമാകാതെ അവ്യക്തമായി നിൽക്കുന്നത്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തുഴച്ചിലുകാരായ ആളുകളാണ്. പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റു മേഖലകളടക്കം ഉള്ള ആളുകളാണ് ഈ വള്ളംകളിയായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുൻപേ ആലപ്പുഴയിലെ വിവിധ മേഖലകളിലെത്തി ഈ തുഴച്ചിലിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നടത്തുന്നത്. അതിൽ 100 കണക്കിന് തുഴച്ചിൽക്കാരുണ്ട്. ഈ ചുണ്ടൻ വള്ളങ്ങൾ മാത്രമല്ല, വെപ്പ് വള്ളങ്ങളുണ്ട്, ഓടിവള്ളങ്ങളുണ്ട്. അങ്ങനെ വിവിധ മേഖലയിലെ വള്ളങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട്. ഈ ക്യാമ്പ് പിരിച്ചുവിട്ടാൽ ഇപ്പോൾ ചിലവാക്കിയ 60 മുതൽ 80 ലക്ഷം രൂപ വരെ ഒരു ക്ലബിന് ചിലവാകുന്നത് വീണ്ടും ഒന്നുകൂടി ചിലവാകും. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് ഇനി 1ാം സ്ഥാനം ലഭിച്ചാൽ കൂടി കിട്ടുന്ന 10 ലക്ഷത്തിൽ ടാക്സ് കഴിഞ്ഞ് ലഭിക്കുന്ന 6.5 ലക്ഷം രൂപ മാത്രമാണ്. പക്ഷേ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതൊക്കെ തന്നെ കുട്ടനാട്ടിൽ അല്ലെങ്കിൽ ആലപ്പുഴക്കാരുടെ ഒരു വികാരം എന്ന രീതിയിലാണ് ഈ വള്ളംകളിയുടെ ഭാഗമാകുന്നത്. പക്ഷേ തീയതി മാറ്റിവെക്കുന്നത് ഇത്രയും രൂപ അവർ ചിലവഴിക്കുമ്പോൾ യാതൊരു തരത്തിൽ അർത്ഥം ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയ വിമർശനം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മന്ത്രി തോമസ് ഐസക് മന്ത്രിയായിരുന്ന ഘട്ടത്തിലായിരുന്നു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന CBL മത്സരം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ വള്ളംകളി ക്ലബ്ബുകൾ ഈ വള്ളംകളിക്ക് വേണ്ടി എത്തുക നെഹ്റു ട്രോഫിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. ഒരു സീസൺ കാലം മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു ഡസനോളം വള്ളംകളികൾ ആലപ്പുഴയിലും മറ്റ് സമീപ ജില്ലകളിലുമൊക്കെ തന്നെ നടക്കുമായിരുന്നു. പക്ഷേ സർക്കാർ മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നതിൽ അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനം ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ തീരുമാനം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.